സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കേവ് മൈനിങ്ങിനാണ് പോകുന്നത്. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മളൊരു ചെറിയൊരു ബേസ് സെറ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം മൈനിങ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ എല്ലാവിധ റിസോഴ്സസും സെറ്റാക്കിയിട്ടുണ്ട്. മൈനിങ്ങിന് ആവശ്യമായിട്ടുള്ള നമ്മളൊരു സ്റ്റോൺ പിക്കാക്സും ഒരു അയൺ പിക്കാക്സും എടുക്കുന്നുണ്ട്. അതുപോലെ ആക്സ്, പിന്നെ ഫുഡ്, ടോർച്ച്, പിന്നെ ഒരു ഷീൽഡ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നില്ല, നമുക്ക് മൈനിങ്ങിന് പോവാം. ഞാൻ വേറെ കേവൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ പോവാം. അപ്പോൾ നമുക്ക് പതുക്കെ പോവാം. ഓക്കെ, നമ്മളിവിടെ നമ്മുടെ കേവിലെത്തിയിരിക്കുന്നു. ഇവിടെ കുറച്ച് കോളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് എടുക്കാം. നമുക്ക് കുറച്ചും കൂടി മെയിനായിട്ട് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് അവിടെ കുറച്ച് സ്കെൽറ്റ് ഉണ്ട്. നമുക്ക് വെറുതെ ഫൈറ്റ് ചെയ്യാൻ എനിക്കൊരു താല്പര്യവും ഇല്ല. കണ്ട് ഇല്ല, പിന്നെ ഇതൊന്നും നമുക്ക് അത്ര വലിയ കാര്യമുള്ള കാര്യമല്ല ഗൈസ്. ഈ സാധനം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, ഒരു മിനിറ്റ്. യെസ്, ഇതത് തന്നെ. ഓക്കെ, നമുക്കിപ്പോൾ അങ്ങോട്ട് ഇറങ്ങണ്ട. നമുക്ക് കേവാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് വലിയ കേവ് ഉണ്ടാവുകയാണോ നോക്കി നോക്കാം ഗൈസ്. നമ്മൾ മെയിനായിട്ടുള്ള ലക്ഷ്യം അയൺ, ഡയമണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ്. ഡയമണ്ട് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബട്ട് അയൺ കിട്ടി. സോ ഗൈറ്റ്, ഇവന്മാരിത് എവിടെ നിന്ന് ഈ സ്പോണാവണമെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എന്നാലും അങ്ങനെ അവനെ പോകുന്നു. ഹെൽത്തില്ല. നമുക്കെന്തായാലും ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പോയി നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് അവന്. കേസ് ഇങ്ങനെ ആക്കി അവിടെ അവസാനിച്ചു. നമുക്ക് തിരിച്ചു പോവാം, അത്രേ ഉള്ളൂ. ഞാൻ ചോദിച്ചത് കുറച്ചുകൂടി ഉണ്ടാവുന്നു. സലൈസ് നമുക്കിനി ഞാൻ വേറൊരു വലിയൊരു കേവ് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതൊക്കെ ഒന്ന് അവിടെയൊക്കെ നമ്മൾ കയറി നോക്കും, എന്തായാലും ഉറപ്പാണ്.